ഹായ് ഗായ്സ്, അപ്പോൾ ഇന്ന് നമ്മളൊരു പ്രോഡക്റ്റ് റിവ്യൂ ചെയ്യാൻ പോവുകയാണ്. കുറേ നാളായിട്ട് വാങ്ങിക്കണം എന്ന് വിചാരിച്ചിരുന്ന ഒരു പ്രോഡക്റ്റാണ്. ഒന്നുമില്ല, ഒരു ഗിംബലാണ്, സ്റ്റെബിലൈസറാണ്. നമ്മുടെ മൊബൈലിന് വേണ്ടിയിട്ടാണ്, വ്ളോഗിങ്ങിനൊക്കെ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മുടെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് മാജിക് സ്നാപ്ഷോട്ട് എന്ന് പറയുന്ന ഒരു സ്റ്റെബിലൈസർ അല്ലെങ്കിൽ ഗിംബലാണ്. അവരുടെ സീരിയൽ നമ്പർ ഒന്ന് Q08 ആണ്. അപ്പോൾ ധാരാളം ഫീച്ചേഴ്സ് അവരിതിൽ പറയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഉള്ളതാണോ ഇല്ലേ എന്നൊക്കെ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം. അവർ ആക്ച്വലി പറയുന്നതെന്ന് വെച്ചാൽ ഇത് സ്റ്റെബിലൈസിങ് നമുക്ക് കിട്ടും. അതായത് മൊബൈൽ യൂസ് ചെയ്യുമ്പോൾ സ്റ്റെബിലൈസിങ് കിട്ടും. ട്രൈപോഡായിട്ട് യൂസ് ചെയ്യാം, പിന്നെ സെൽഫി സ്റ്റിക്കായിട്ട് യൂസ് ചെയ്യാം. പിന്നെ ഇതിനവർ പ്രത്യേകമായിട്ട് പറയുന്ന വേറെ ഫീച്ചർ എന്ന് പറയുന്നത് റിമോട്ട് കൺട്രോളാണ്. എല്ലാവർക്കും അറിയാം, നമ്മൾ ഒരു ഫോട്ടോ എടുക്കുമ്പോഴത്തേക്കും ഓടിച്ചെന്ന് എടുക്കുന്നതും വയ്ക്കുന്നതൊക്കെ വലിയ ബുദ്ധിമുട്ട്, ഞങ്ങളത് ശരിക്കും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ ഇതിലിപ്പോൾ റിമോട്ട് കൺട്രോൾ ഉണ്ടെന്ന് പറയുന്നുണ്ട്. 25 മുതൽ 30 മീറ്റർ വരെയാണ് അതിൻ്റെ ഡിസ്റ്റൻസ് പറയുന്നത്. അത്രയും ഡിസ്റ്റൻസിൻ്റെ അകത്ത് വെച്ച് നമുക്ക് റിമോട്ട് കൺട്രോളിൽ നമുക്ക് നമ്മുടെ ക്യാമറ അല്ലെങ്കിൽ മൊബൈൽ ക്യാമറ ഈ ഗിംബലിലൂടെ യൂസ് ചെയ്യാം അല്ലെങ്കിൽ ഓപ്പറേറ്റ് ചെയ്യാമെന്നാണ് പറയുന്നത്. അപ്പോൾ അതെല്ലാം നമ്മൾ പിന്നെ 360 ഡിഗ്രിയും അവർ പറയുന്ന ഒരു ഫീച്ചറാണ് ഈ ഗിംബലിൻ്റെ. 360 ഡിഗ്രിയിൽ റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും എന്ന് പറയുന്നു. അപ്പോൾ നമുക്ക് നേരെ പ്രോഡക്റ്റ് ഒന്ന് നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കി എങ്ങനെയാണെന്നൊക്കെ ഒന്ന് നോക്കാം. ഓക്കെ, ഒരു കേബിള് ചാർജ് ചെയ്യാനാണ് ഒരു കേബിൾ, അവർ C ടൈപ്പാണ് ഒരു കേബിള് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ പ്രോഡക്റ്റ്. ആദ്യമേ ഇങ്ങനെ മടങ്ങിയാണ് ഇരിക്കുന്നത്. അതായത് നമുക്ക് ഫ്രീ യൂസേജിന് വേണ്ടിയിട്ടാണ്. കാര്യം ഇങ്ങനെ പൊങ്ങിയിരുന്ന കൊണ്ടുപോകാൻ ഹാൻഡിൽ ചെയ്യാൻ പാടാണ്. ഇതാ ഇവിടെ ഒരു നോബുണ്ട്, ആ നോബിൽ ടൈറ്റായിരിക്കുകയാണ്. ഈ നോബ് തിരിക്കുമ്പോഴത്തേക്കും ഇത് ലൂസാവും. പൊക്കി വയ്ക്കാം. ഇതാ തിരിച്ച് നമുക്കത് ടൈറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഓരോരോ ഫീച്ചേഴ്സിലായിട്ട് പോവാം. ആദ്യം നമുക്ക് ഇതിൻ്റെ ട്രൈപോഡായിട്ട് യൂസ് ചെയ്യാൻ പറ്റും എന്ന് പറയുന്നുണ്ട്. അതെങ്ങനെയാണെന്ന് നോക്കാം. ഇതാ ഇതിൻ്റെ അടിയിലാണ്, ഇതാ ഇതാ ഇങ്ങനെ ഇരിക്കും ട്രൈപോഡായിട്ട്. ഇത് നമുക്ക് ടേബിളിൽ, വലിയ ഹൈറ്റല്ല, ടേബിളിൽ വെച്ച് നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ ഇത് സെൽഫി സ്റ്റിക്കാകുമ്പോൾ കുറച്ചുകൂടെ ഹൈറ്റ് വരും. അപ്പോൾ ഇതിന് സെൽഫി സ്റ്റിക്കായിട്ട് എങ്ങനെയാണ് ഇതിൻ്റെ ഹൈറ്റ് പറഞ്ഞത് നോക്കാം. ഓക്കെ, ഇതിങ്ങനെ അടയ്ക്കാം. ഇതൊന്നുമില്ല, ഇവിടെ നിന്ന് പിടിച്ച് പൊക്കുക. സെൽഫി സ്റ്റിക്കായിട്ട്, അപ്പോൾ അവർ പറയുന്ന ഒരു ഫീച്ചർ നമ്മൾ നോക്കിയിട്ടുണ്ട്, സെൽഫി സ്റ്റിക്കായിട്ട് നോക്കിയിട്ടുണ്ട്. ഇതാ റിമോട്ട് കൺട്രോൾ, ഇതാ ഇവിടെയാണ് ഇരിക്കുന്നത്. ഇതാ ഇത്രയേ ഉള്ളൂ സാധനം, റിമോട്ട് കൺട്രോൾ. ഇനി നമുക്കിത് പെയർ ചെയ്യണം, ഫോണിൽ പെയർ ചെയ്യണം. അത് നമുക്ക് പിന്നീട് കാണിക്കാം. ആദ്യം പുറമേ ഉള്ള ഫീച്ചേഴ്സൊക്കെ നമുക്ക് നോക്കിയിട്ട് ഇതിൻ്റെ ബാക്കി പെയറിങ് ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കാം. ഓക്കെ, ഇതാണ് റിമോട്ട്. ഇത്രയേ ഉള്ളൂ റിമോട്ട് കൺട്രോൾ. ഇവിടെയാണ് ഇതിൻ്റെ ഓൺ ആക്കുന്നത്. ഇവിടെ ഒരു സ്ലോട്ടുണ്ട്, അതിൻ്റെ അകത്ത് നമുക്കിതുപോലെ കയറ്റി വയ്ക്കാം. ഓക്കെ, യെസ്. പിന്നെ 2 മോഡാണ് ഇവരിതിൽ പറയുന്നത്. ഒന്ന് ഗിംബൽ മോഡ്, അതായത് നിങ്ങൾക്കറിയാം മൊബൈൽ നമ്മളിങ്ങനെ നീക്കും തോറും അത് സ്റ്റെബിലൈസ് ആയിക്കൊണ്ടിരിക്കും. പിന്നെ ഒന്ന് ക്യാമറ മോഡ്, അതായത് സ്റ്റേബിളായിട്ടിരിക്കും. അത് കാണിച്ചു തരാം, ഞാൻ മൊബൈൽ വെച്ചിട്ട് കാണിച്ചു തരാം. എല്ലാം അവരിതിൽ ഫീച്ചർ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് നമ്മളെ മൊബൈൽ ഇതിൽ കണക്ട് ചെയ്യാം. ഓക്കെ, ഇതാ സെൽഫി സ്റ്റിക്ക് പോലെ തന്നെയാണ്. ഇതാ 2 സാധനം ഉണ്ട്. ഇതാ തുറക്കുന്നു. നമ്മുടെ മൊബൈൽ വച്ചു. എന്നിട്ട് ഇതാ ഈ ഭാഗത്തായിട്ട് ഒരു സ്വിച്ചുണ്ട്. ഈ ഭാഗത്തായിട്ടൊരു സ്വിച്ചുണ്ട്. അത് നമുക്ക് പ്രസ് ചെയ്ത് പിടിക്കണം. ഒരു 2-3 സെക്കൻഡ് പ്രസ് ചെയ്ത് പിടിച്ചാൽ മതിയാവും. അപ്പോൾ നമ്മുടെ മൊബൈൽ കാണാൻ നല്ല അടിപൊളി മൊബൈലാണ്. കുറേ യൂസ് ചെയ്ത് കുറേ മിൽക്കി വേ ഒക്കെ എൻ്റെ മൊബൈൽ, ഇതെൻ്റെ മൊബൈലാണ്. വൈഫിൻ്റെ മൊബൈലൊക്കെ അടിപൊളി മൊബൈലാണ്. അവരതൊക്കെ കുഞ്ഞിനെ നോക്കുന്നത് പോലെയൊക്കെയാണ് നോക്കണത്. എൻ്റെ മൊബൈൽ അതുപോലെയൊന്നും അല്ല.
കണ്ടോ, മിൽക്കി വേ ഒക്കെ നിങ്ങൾക്ക് ഇതിൽ കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്കിതിൻ്റെ ആവശ്യമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ മൊബൈൽ കണക്റ്റ് ചെയ്തു. ഇനി ഇതിപ്പം ഒന്നും ചെയ്തിട്ടില്ല, ഓൺ ആക്കിയിട്ടില്ല, ഗിംബൽ ഓൺ ആക്കിയിട്ടില്ല. ഇനി ഇതാ ഗിംബൽ ഓൺ ആക്കാൻ പോകുന്നത്. ഇവിടെയാണ് എൻ്റെ സ്വിച്ച്. ഇതിപ്പോൾ ഗിംബൽ ഓൺ ആക്കിയിട്ടുണ്ട്. ഇവിടെ ഒരു സ്വിച്ച് ഉണ്ട്. ഈ സ്വിച്ചിൽ നമ്മളൊരു 3 സെക്കൻഡ്, ജസ്റ്റ് ഒരു 3 സെക്കൻഡ് പ്രസ് ചെയ്ത് പിടിച്ചാൽ മതി. കണ്ട 2 മോഡ്. അതായത് നിങ്ങൾക്കറിയാം, നമ്മൾ മൊബൈൽ എടുക്കുമ്പോൾ ഒന്നീ ലാൻഡ്സ്കേപ്പ് അല്ലെങ്കിൽ പോർട്രേറ്റ്. ഇതിപ്പോൾ പോർട്രേറ്റ്, അതായത് വെർട്ടിക്കലായിട്ട് വയ്ക്കുമ്പോൾ അതിന് പോർട്രേറ്റ് മോഡെന്ന് പറയും. ഹൊറിസോണ്ടലായിട്ട് വയ്ക്കുമ്പോൾ അതിൻ്റെ ലാൻഡ്സ്കേപ്പ് മോഡെന്ന് പറയും. അപ്പോൾ ഇതിപ്പോൾ പോർട്രേറ്റ് മോഡിലാണ് ഇരിക്കുന്നത്. ഇത് നമുക്കിനി ലാൻഡ്സ്കേപ്പിലോട്ട് ആക്കാം. ഒന്നുമില്ല, ഇവിടെ ഈ നമ്മൾ ഓൺ ആക്കിയ സ്വിച്ചിൽ തന്നെ ഒരു പ്രസ് കൊടുക്കുമ്പോഴത്തേക്കും അത് ലാൻഡ്സ്കേപ്പ് മോഡിലായി. ഓക്കെ, ഇനി ഇതിൽ ഇവർ പറയുന്ന ഒരു ഫീച്ചർ എന്ന് പറയുന്നത് 360 ഡിഗ്രിയാണ്. അപ്പോൾ അതെങ്ങനെയാണെന്ന് സത്യം പറഞ്ഞാൽ ആദ്യം വളരെ കഷ്ടപ്പെട്ട് എനിക്കത് കണ്ടുപിടിക്കാൻ. കാര്യം എങ്ങനെയൊക്കെ നോക്കിയിട്ട് അങ്ങനെ വളരെ യാദൃശ്ചികമായിട്ടാണ് കണ്ടുപിടിച്ചത്. ഒന്നുമില്ല, എല്ലാ ഫീച്ചേഴ്സ്, അതായത് ലാൻഡ്സ്കേപ്പ് ആക്കുന്നത്, പോർട്രേറ്റ് ആക്കുന്നത്, ഗിംബൽ മോഡിലാക്കുന്നത്, 360 ചെയ്യുന്നത് എല്ലാം ഈ ഒരു സ്വിച്ചിലാണ്. ഈ ഒരു സ്വിച്ച് നോക്കിയോ, ഡബിൾ ക്ലിക്ക് ചെയ്യണം. വേണ്ട, നമ്മളൊന്നും ചെയ്യേണ്ട, അവൻ തന്നെ സ്വന്തമായിട്ട് കറങ്ങിക്കോളും. എനിക്ക് തോന്നുന്നു 2 റൊട്ടേഷനാണെന്ന് തോന്നുന്നു. 360 എന്ന് പറയുമ്പോൾ നിങ്ങൾ ചോദിച്ചാൽ ഫുൾ റൗണ്ട് അടിക്കില്ല എന്ന് വിചാരിക്കും. പക്ഷേ ഫുൾ റൗണ്ട് അടിച്ചാൽ നമ്മൾ ക്യാമറ ലെൻസ് ഇതിൽ മാസ്ക് ആയിപ്പോവും. അതുകൊണ്ട് ഈ കറക്റ്റ് ഇവിടെ വന്നിട്ട് തിരിച്ചു വരും. അങ്ങനെയാണ് വരുന്നത്. 180 180 അങ്ങനെയാണ് അവരുടെ 360. കാര്യം ഇതുവഴി പോയി കഴിഞ്ഞാൽ ക്യാമറ മാസ്ക് ആവും, ഈ സാധനം മാസ്ക് ആവും. അപ്പോൾ നമ്മൾ ലാൻഡ്സ്കേപ്പ് നോക്കി, പോർട്രേറ്റ് നോക്കി, 360 ഡിഗ്രി നോക്കി. ഓക്കെ, അപ്പോൾ ഇതിപ്പോൾ ഗിംബൽ മോഡിലാണ് ഇരിക്കുന്നത്. കണ്ട, ഗിംബൽ മോഡിലാണ് ഇരിക്കുന്നത്. എങ്ങനെ തിരിച്ചാലും ഇവൻ അങ്ങനെ തന്നെ ഇരിക്കും. ഇതിൻ്റെ ഫൂട്ടേജസ് ആഡ് ചെയ്യാം, നമ്മൾ എടുക്കുന്നതിൻ്റെ ഫൂട്ടേജസ് ആഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അതങ്ങനെയായി. അടുത്തത് ഇതിപ്പോൾ ഗിംബൽ മോഡാണ്. ഇനി ഇത് ക്യാമറ മോഡാക്കും. ഇവിടെ ഒരു നോബുണ്ട്, കണ്ടോ, ഇവിടെ ഒരു നോബുണ്ട്. ഈ നോബ് നമ്മൾ തിരിക്കുമ്പോഴേക്കും എവിടെയാണോ ഇരിക്കുന്നത് അവിടെ അങ്ങ് ലോക്കാവും. അതായത് പിന്നെ അവ അനങ്ങില്ല, അങ്ങനെ തന്നെ ഇരിക്കും. മനസ്സിലായി? അപ്പോൾ നമ്മുടെ ഇത് യൂസ് ചെയ്യുന്നവരുടെ താല്പര്യപ്രകാരമാണ് ഇവൻ്റെ യൂസേജ് വരുന്നത്. അപ്പോൾ ഇത് യൂസ് ചെയ്യുന്ന, ഇപ്പം നമുക്ക് ഗിംബൽ മോഡിലാണ് വേണ്ടതെങ്കിൽ ഗിംബൽ മോഡ്. ഓക്കെ, ഗിംബൽ മോഡാണെങ്കിൽ ഗിംബൽ മോഡ്, ക്യാമറ മോഡാണെങ്കിൽ ക്യാമറ മോഡ്. അപ്പോൾ നമ്മൾ ഏകദേശമുള്ള ഫീച്ചേഴ്സൊക്കെ നമ്മൾ ഇത് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഇതെങ്ങനെ ബ്ലൂടൂത്തിൻ്റെ കൂടെ, അതായത് നമ്മുടെ റിമോട്ട് കൺട്രോൾ എങ്ങനെ ബ്ലൂടൂത്തിൻ്റെ കൂടെ കണക്ട് ചെയ്യണമെന്ന് നോക്കാം. വലിയ പണിയൊന്നുമില്ല നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ഞാൻ ഇതൊന്ന് ജസ്റ്റ് എടുക്കട്ടെ. അപ്പോൾ ആദ്യം ഇതൊരു സ്വിച്ച് തന്നെയാണ്. ഈ സ്വിച്ചിൽ പ്രസ് ചെയ്യുന്നു. ഒരു ബ്ലൂ ലൈറ്റ് കാണാൻ പറ്റുന്നുണ്ട്. നമ്മളെ ഫോണിൽ ബ്ലൂടൂത്ത് ഓൺ ആക്കുക. ബ്ലൂടൂത്ത് ഓൺ ആക്കുമ്പോഴത്തേക്കും ഗിംബൽ എന്ന് പറഞ്ഞൊരു ഇത് വരും. ഒന്നുമില്ല, ജസ്റ്റ് ടച്ച് ചെയ്ത് കൊടുത്താൽ മതി, ഓട്ടോമാറ്റിക്കായിട്ട് പെയർ ആയിക്കോളും. പെയറായി, കണക്റ്റഡായി, ഇതിൻ്റെ കൂടെ കണക്റ്റഡായി. അപ്പോൾ ഞാൻ ഇതിൽ എൻ്റെ ഫോട്ടോ കാണാൻ പറ്റുന്നുണ്ടോ? കണക്ട് ചെയ്ത് കഴിഞ്ഞ് ഇനി നമുക്കിതിൽ വെച്ചൊരു സെൽഫി എടുത്ത് നോക്കാം. എൻ്റെ കയ്യിലാണ്, ഞാൻ ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. സെൽഫി എടുത്തു. ഇത് ആക്ച്വലി ഇതിൻ്റെ ചാർജ് തീർന്നു പോയി. ചാർജ് ചെയ്യണം. കാര്യം കുറേ ഇതിൻ്റെ നോക്കി എൻ്റെ ചാർജ് തീർന്നിരിക്കുകയാണ്. ഞാൻ എടുത്ത ഫോട്ടോ ആണ്. ഇതിൽ പ്രസ് ചെയ്യുന്നു. എൻ്റെ സൈഡ് വ്യൂ ആണ്, നിങ്ങളെ നോക്കിയിട്ട് ഞാൻ എടുത്തതാണ്. ഇതിൽ പ്രസ് ചെയ്യണം. ഇത് ഫോട്ടോ മാത്രമല്ല, വീഡിയോയും നമുക്ക് എടുക്കാം. വീഡിയോ ഓപ്ഷൻ ആക്കിയിട്ട് അതിൽ തന്നെ ഒന്നുകൂടെ പ്രസ് ചെയ്യുമ്പോഴത്തേക്കും സ്റ്റോപ്പ് ആവും. ഇത്രയേ ഉള്ളൂ, സിമ്പിളാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഗിംബലിൻ്റെത്. ആക്ച്വലി ഇതിൻ്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ 10,000, അതായത് 10,000 ആണ്. എന്തോ ദൈവം സഹായിച്ച് ഞങ്ങൾക്ക് 1400-നാണ് കിട്ടിയത്. അപ്പം 1400-ൻ്റെ അകത്ത് ആക്ച്വലി നമുക്ക് അത്ര വിശ്വാസമായില്ല. അപ്പോൾ നമ്മളൊന്നുകൂടെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കി, ഇത് 10,000 തന്നെയാണോ? സംഭവം ഉള്ളതാണ്, 10,000 തന്നെയാണ്. വളരെ ധാരാളം പേര് ഇത് യൂസ് ചെയ്യുന്നുണ്ട്.
നമുക്കിത് വളരെ നല്ല ഓഫറിന് ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് കിട്ടിയത്. നല്ല റിവ്യൂസും, ഞങ്ങളും റിവ്യൂസ് നോക്കിയിട്ടാണ് എടുത്തത്. അപ്പോൾ 1400 അകത്തേ ഉള്ളൂ. ഇപ്പം അത് പോകുമ്പോൾ എത്ര ആവുമെന്ന് അറിഞ്ഞുകൂടാ. കാര്യം അറിയാമല്ലോ, നിങ്ങൾക്ക് അറിയാമല്ലോ, എൻ്റെ ഓഫേഴ്സ് മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ എന്തായാലും ഇത്രയേ ഉള്ളൂ. പിന്നെ ഇനി ഇതിൻ്റെ ഫുട്ടേജസ് ഞാനിതിൽ ആഡ് ചെയ്യാം. കാര്യം ഇത് 360 ഡിഗ്രിയിൽ എങ്ങനെ വരും, പോർട്രേറ്റ് മോഡ്, ലാൻഡ്സ്കേപ്പ്, അതെല്ലാം ഞാൻ വീഡിയോയിൽ ആഡ് ചെയ്തേക്കാം. അപ്പോൾ നോക്കുക. പിന്നെ ഇതുപോലെയൊക്കെ എന്തെങ്കിലും പുതിയ ടെക്നോളജീസും എല്ലാം വരുമ്പോൾ റിവ്യൂ ആയിട്ട് വരും. ഓക്കെ, അപ്പോൾ താങ്ക് യു, ബൈ. ഗായ്സ്, അപ്പോൾ നമ്മൾ ഒരു ഫുൾ റിവ്യൂ നടത്തിയിട്ടുണ്ട്. നേരത്തെ ഫുട്ടേജസൊക്കെ ഞാൻ കാണിച്ചിരുന്നു. നമ്മൾ റിമോട്ട് കണക്ട് ചെയ്തു, റിമോട്ടിൽ നമ്മൾ ഫോട്ടോ എടുത്തു, വീഡിയോ എടുത്തു, പിന്നെ ലാൻഡ്സ്കേപ്പ് മോഡിലെടുത്തു, പോർട്രേറ്റ് മോഡിലെടുത്തു, 360 ഡിഗ്രി നമ്മൾ ചെക്ക് ചെയ്തു. എല്ലാം വളരെ പെർഫെക്റ്റ് ആണ്. നല്ലതായിട്ടുള്ള രീതിയിൽ നമുക്ക് കിട്ടണം. അപ്പോൾ ഇനിയുള്ള ഞങ്ങളുടെ വ്ളോഗുകളെല്ലാം നമ്മൾ ഇനി ഇതിലായിരിക്കും എടുക്കുന്നത്. നല്ല രീതിയിൽ സ്റ്റെബിലൈസ് ആവുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.